പക്ഷെ വെറുതെ സ്വഭാവം മാറ്റരുത്. നിൽക്കാനാ പറഞ്ഞത്. പൊട്ടിക്കേ, എല്ലാം എറിഞ്ഞു പൊട്ടിക്കേ. ആ പുന്നാര തള്ള വന്ന് കാണട്ടെ. ഇത് ചിക്കുന്റെ വീടാ. ഇതൊക്കെ ചിക്കുന്റെ മാമയുടെ സാധനങ്ങളാ. പൊട്ടിച്ച് പപ്പിനിക്കെന്താ? ചെറിയ വായ കൊണ്ട് വലിയ വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. പപ്പിനി കുപ്പിനി അക്കി ലേഡി മങ്കി. മങ്കി എന്നാ അവിടെ ഇന്ന് ഞാൻ പപ്പിനെ എടുത്താ നിന്റെ കളി. നിന്നെ ഇന്ന് ഞാൻ അടിച്ച് തൊഴിയാൻ പൊട്ടിക്കും. പപ്പിനി ഈ പപ്പിനി ചീത്തയാ. ചിക്കുനെ ഒത്തിരി തള്ളി. എന്താ പത്മിനി ഇത്? ഇങ്ങനെയാണ് കുട്ടിയെ നോക്കുന്നത്? കുട്ടിയോ? ഇത് പിശാചാ. പത്മിനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. കുട്ടിയെ കുറിച്ച് അനാവശ്യം പറയരുത്. ഞാൻ പറയുന്നതിനാണോ കുറ്റം? രാവിലെ മുതൽ ഇവിടെ എന്തെല്ലാം വികൃതികളാ കാണിച്ചിരിക്കുന്നത് നോക്കിയേ. എന്താ മോളെ ഇത്? ഇനി ഇങ്ങനെ ചെയ്യൂ? കണ്ടോ കള്ളം നോട്ടം. കാഴ്ച ബംഗ്ലാവില് കടുവാക്കുട്ടി വളർത്താൻ പോലും ഇത്രയും പാടില്ല. പത്മിനിക്ക് പറ്റില്ലെങ്കിൽ പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ? മൂളുവോ മുത്തശ്ശ? എന്ത് പറ്റി മുത്തശ്ശ? അല്ല, അനുമോള് വന്നോ? എന്തിനാ മുത്തശ്ശ ഇതിന്റെ മേലൊക്കെ പിടിച്ചു കയറാൻ പോയത്? ഞാൻ എന്റെ മരുന്ന് തപ്പുകയായിരുന്നു മോളെ. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? വന്ന് ചിക്കുനേക്കാൾ കഷ്ടമായിരിക്കുക ഈ മുത്തശ്ശന്റെ കാര്യം. അത് നേരാ, ഞാനും അവളും ഒരേ പ്രായമല്ലേ. ഇത് കണ്ടോ കുഞ്ഞാ കൊച്ചു കാണിച്ചത്? ഞാൻ പോവുക. ഇതുപോലെ മൂന്നാലെണ്ണം എനിക്കും ഉണ്ട്. കൊച്ചിനെന്തെങ്കിലും കയ്യപ്പത്തം പറ്റിയാലേ അതിനൊക്കെ തള്ളിയില്ലാതാവൂ. പത്മിനി പത്മിനി എന്താ മോളെ ഇത്? സോറി മമ്മ. Good evening. Yes, good evening. I am Prakash Menon from Trivandrum. Room book idirunnu. Just a minute. Room number 405. Thank you. Boy vitte vandiyilulla luggage ഒക്കെ ഒന്നിരിപ്പിച്ചേ. Okay, sir. പ്രകാശ് മേനൻ എന്ത് പറഞ്ഞാലും ഒരു പ്രകാശ് മേനൻ. അയാൾ വലിയ കേമനായിരിക്കും, ജീനിയസ് ആയിരിക്കും. പക്ഷെ ഞാൻ ഈ കമ്പനിയിലെ ചീഫ് ആർക്കിടെക്ട് ആണ്. ഐ ടു ഡിസർവ് ദ സെയിം ഓണർ. അനു, ഇമോഷണൽ ആയിട്ട് കാര്യമില്ല. ഇതൊരു തരം പ്രൊഫഷണൽ ജലസിയാണ്. അല്ല സർ, എന്റെ പ്രോബ്ലം സാർ മനസ്സിലാക്കുന്നില്ല. പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാന്ന് വെച്ചാൽ പ്രകാശ് മേനൻ ബാച്ചിലർ അല്ലേ സർ? അയാൾക്ക് എവിടെ വേണമെങ്കിലും പോവാമല്ലോ. പക്ഷേ അയാളെ ഇവിടെ വരുത്തേണ്ടത് എന്റെ ആവശ്യമാണ്. തനിക്കറിയാവോ, തിരുവനന്തപുരം ബ്രാഞ്ച് ഒരിക്കൽ അടച്ചു പൂട്ടാൻ വരെ കമ്പനി തീരുമാനിച്ചതാ. അത്രയ്ക്ക് ഡൗൺ ആയിരുന്നു. പ്രകാശ് മേനൻ 2 വർഷം അവിടെ ഇരുന്നേ ഉള്ളൂ. നൗ ഇറ്റ് ഹാസ് ബിക്കം വൺ ഓഫ് അവർ ബെസ്റ്റ് ബ്രാഞ്ചസ്. ഒരു ജനറൽ ട്രാൻസ്ഫർ തീരുമാനിച്ചപ്പോ പ്രകാശ് മേനൻ തിരുവനന്തപുരം വിട്ട് വരില്ലെന്നാണ് കരുതിയത്. പക്ഷെ അയാൾ അത് അക്സെപ്റ്റ് ചെയ്തു. ബിക്കോസ് കൊച്ചി അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണത്രേ. അതെന്റെ ഭാഗ്യം. പ്രകാശ് മേനോനുമായി നേരിട്ടൊന്ന് സംസാരിക്കാന്ന് വെച്ചാൽ ഒരു പരിചയമില്ലാത്ത ആളാ. എങ്ങനെയാ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാ? റിക്വസ്റ്റ് ചെയ്തിട്ടും വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുവൈറ്റിലെ മുസാഫിർ കോംപ്ലക്സിന്റെ മേൽനോട്ടം പുള്ളിയെ തന്നെ ഏൽപ്പിക്കണമെന്നല്ലേ എംഡി പറഞ്ഞത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്താ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ ശരിയാവില്ലേ? അല്പം കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാവും. എന്ത് കോംപ്ലിക്കേഷൻ? ഐ ഹാവ് കോൺഫിഡൻസ്. ബട്ട് യു ഹാവ് ടു പ്രൂവ് ഇറ്റ്. യെസ്, ഐ വിൽ പ്രൂവ് ഇറ്റ്. അതെന്റെ ഒരു വാശിയാണ്. എന്താ അമ്മേ? നീലഗിരി വണ്ടർ മാജിക് എന്തിയാടാ? അത് ഇവിടുത്തെ തണ്ടർ ബോയ്സ് അടിച്ചു മാറ്റി കാണത്തില്ല. അല്ല, ഈ സിറ്റിയിലെ കള്ളന്മാർക്ക് ഇപ്പൊ സ്വർണ്ണ ഓർണമെന്റ്സ് ഒന്നും വേണ്ട അമ്മേ. ഇതുപോലത്തെ ചൊറിയണോ ഓർക്കിട്ടൊക്കെ മതി. എന്റെ കർത്താവേ, എന്നാ വില കൊടുത്തേച്ച് മേടിച്ചതാ. ഇത് എന്റെ പട്ടിപ്പട ഇവിടെ ഉണ്ടായിട്ട് എന്നതാടാ ഒരു പ്രയോജനം? വിശക്കുമ്പോ കുറയ്ക്കുന്നുണ്ടല്ലോ. അല്ല, രാത്രിയിൽ പട്ടി അഴിച്ചു വിടരുത് അമ്മാമല്ലേ പറഞ്ഞിട്ടുള്ളത്? അഴിച്ചു വിട്ടോ നേരം വെളുക്കുമ്പോ ഇവിടെ ചവിട്ടി മെതിച്ച് മൈതാനമാക്കും. എന്റെ കർത്താവേ,
ഈ നാശങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. കൽക്കട്ടയെന്നും പൂനെന്നും ഒക്കെ വരുത്തി പാകിയ വിത്ത എല്ലാം ചവിട്ടി നശിപ്പിച്ച് നാശമാക്കി. വിശേഷം പൊക്കോ അവിടുന്ന്. പോ. പോവാൻ. പോ. കരയത്തിന് എന്തിയടാ? അപ്പുറത്തിരുന്ന് പട്ടിയുടെ പേ നോക്കും. നാശത്തിന് ഇന്ന് ഞാൻ കൊല്ലി ഞാൻ എല്ലാത്തിനും. അവിടെ നിന്നേ ഒരു കാര്യം. ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ഈ പട്ടിപ്രേമം നിർത്തണം, അല്ലെങ്കിൽ എല്ലാത്തിനും കൊണ്ട് വേറെ എവിടെങ്കിലും മാറി താമസണം. ഇതിലും ഭേദം അതാ. നീ തുള്ളാതെ കാര്യം പറയണ്ടേ സാറാമേ. നിങ്ങൾ അങ്ങോട്ടൊന്നും നോക്കേ. ഞാൻ കൽക്കട്ടയെന്നും പൂനെന്നും ഒക്കെ വരുത്തി വിത്ത് കാണിച്ചു വെച്ചിരിക്കുന്ന കാണണമെങ്കിൽ. അല്ല സാറാമേ, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നിനക്ക് ആ സൂപ്രണ്ട് ഉദ്യോഗം നോക്കി നടന്നാ പോരെ? എന്തിനാ ഈ പൂക്കളും കായ്കളും കനികളും ഒക്കെ? ഞാനും എന്റെ പട്ടികളും സമാധാനമായിട്ട് കഴിഞ്ഞോട്ടെ. നീ ഇപ്പൊ വലിച്ചെറിഞ്ഞ ആ പട്ടിയില്ലേ, അവൾ എവിടത്തേരാണെന്ന് അറിയോ? ജർമ്മൻകാരിയാ, അല്ലാതെ നിന്നെ പോലെ മഞ്ഞപ്പറക്കാരിയല്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു ജർമ്മൻകാരി. എല്ലാത്തിനും ഞാൻ എലി വിഷം വെച്ച് കൊല്ലും. എലി വിഷം തിന്നാ എലിയല്ലേ ചാവൂ. ചങ്കി കൊള്ള വർത്താനം പറയരുത് സാറാമേ. നിന്റെ ഈ 1.5 ചക്രത്തിന്റെ പൂവും പുഷ്പവും അല്ല ഇവന്മാര്. ഇലഞ്ഞിപ്പാറ ഈനാശുവിന്റെ കുടുംബം മുഴുവൻ തീരെ എഴുതി വിറ്റാലും ഇതിങ്ങടെ ഒരു പൂടയ്ക്ക് വില വരില്ല. ഇവന്റെ അപ്പന്റെ അപ്പൻ ഗോൾഡ് മെഡൽ വാങ്ങിയിട്ടുള്ളതാ. അല്ലെങ്കിൽ തന്നെ പട്ടികളുടെ തറവാട്ട് മഹിമയെ പറ്റി നിനക്ക് എന്നാ മനസ്സിലാവാനാ? അത് മനസ്സിലാക്കാൻ കഴിയാത്തോണ്ടാ എന്റെ അപ്പച്ചനെ അബദ്ധം പറ്റിയത്. ഈശോ മോശമേ. താറാമേ, എന്താ നീ കാണിച്ചത്? ആ, എന്നാ രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ. ഒന്നുകിൽ എന്റെ പട്ടി അല്ലെങ്കിൽ നിന്റെ ചട്ടി. ആഹാ, ഒന്ന് ഞാൻ ശരി ഇനിയില്ലേ റോസോട് എന്താ സാറേ കാണിക്കുന്നേ? അത് താരയോട് പോയി ചോദിക്കണം. കൊണ്ട് വളർത്തി എന്താ ഇത്? ഇവിടുത്തെ കൊച്ചമ്മക്ക് വട്ടി വേണമെന്ന് പറഞ്ഞിരുന്നു. വട്ടി ഇവിടെ ചട്ടിയും പട്ടിയും കൂടി പ്രശ്നമായിരിക്കാ. ഇയാളെന്താ ഊളം മാറുന്ന കൊണ്ടാണോ? ഊളന്മാരെ നിന്നെ തന്ത ഞാൻ ചൂടായി നിൽക്കുന്ന പറയണ. ഞാൻ ചൂടായി നിൽക്കുന്ന പറയണ. നമ്മളിപ്പോ എന്താ ചെയ്ത് പറയണ? നമ്മളിപ്പോ എന്താ ചെയ്തേ? അപ്പൊ അത് ആദ്യം പറഞ്ഞു പട്ടി. അയ്യോ, കുട്ടി പിശാച്ച് മീനെ കൊല്ലണേ. ഈ കുട്ടിയെ ഞാൻ താഴ്ത്തിട്ട് പൊട്ടിക്കും ഞാൻ. എന്റെ കർത്താവ് ഇതിനകത്തകം പോയി കിടന്നു. അനു അങ്ങനെ കണ്ടോണ്ടെന്ന് എന്നെ വിചാരിക്കും. അനു എന്ത് വേണേ വിചാരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ ശല്യം ഒഴിവാവൂല്ലോ. ഇവിടെ പട്ടിയെ നോക്കാൻ നേരില്ല. അപ്പഴാ കണ്ടവന്റെ കുട്ടി. ചിക്കുമോളുടെ മമ്മ വരുന്നത് കണ്ടോ? എന്റെ ചിക്കുമോളെ നമുക്ക് മീനെ പിടിച്ച് കൊന്നു കളിക്കാം. മീൻ ചിരിക്കുന്നു. മീനെ പിടിച്ച് കൊന്നു കളിക്കാൻ മോളെ ഈ കരിയാങ്കിളി ചിക്കുന് വേണ്ടത് തല്ലേ. സാരമില്ല, നമുക്കേ കറിയാങ്കിളിനെ വെളിച്ചത്ത് കിടത്തി ഇരുട്ടത്ത് ചോറ് കൊടുക്കാം കേട്ടോ.